ഹായ് ഫ്രണ്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള സ്പോഞ്ചിൻ്റെ നെറ്റ് കിട്ടാറുണ്ടല്ലോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സ്പോഞ്ചിൻ്റെ ഒരു നെറ്റ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ചതഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടി ഇതിലിട്ട് വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ നെറ്റ് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇന്നൊരു പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 നെറ്റുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളറിലുള്ള ഒരു ക്രിപ്പി പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ചെറുതായിട്ട് നമുക്കൊന്ന് കുനുകുനാ ഒന്ന് വെട്ടിക്കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഈ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റി തീരാറാവുമ്പോഴേക്കും അവിടെ കുറച്ച് ഗ്ലൂ കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പോഞ്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൂവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ടൈറ്റായിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. കെട്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് സേഫായിട്ട് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്രീൻ കളർ പേപ്പർ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ പേപ്പറിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായി ഇരുന്നോളും. അപ്പോൾ
ഇതാ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രീൻ ടേപ്പും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലീഫും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള 2 കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കിനി ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഒന്ന് വെട്ടിയെടുക്കാം. നമുക്ക് 2 ലീഫുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ 2 ലീഫും വെച്ചിട്ട് നമ്മൾ ഒരു ലീഫാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലൂ ഇതിൻ്റെ മിഡിൽ ഭാഗത്തും സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുത്ത ലീഫും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഒരു ലീഫ് കിട്ടും കേട്ടോ. നല്ലതായിട്ട് വളഞ്ഞൊക്കെ കിട്ടുന്ന ഒരു ലീഫ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഒരു ലീഫ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മുടെ പൂക്കൾ ഞാൻ ബ്ലൂ കളറിലും പിങ്ക് കളറിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. 4 പൂക്കളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലീഫും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. ലീഫെല്ലാം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഈ സ്പോഞ്ചിൽ നിന്നാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഈ പൂക്കൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.